അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിവിടെ കുറച്ച് എന്താ പറയാ നമ്മുടെ മൈദ ഈ ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് നമ്മുടെ സൂചി റവ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഒരു പലഹാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ മൈദക്കകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന റവയും കൂടെ ഇതിലേക്ക് തന്നെ കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് നല്ല ടൈറ്റ് ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പൊ കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാത്രം കുഴക്കുക കേട്ടോ. അപ്പൊ ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. കുഴച്ചെടുത്തിട്ട് നമുക്ക് കാണാം. നമ്മുടെ മാവ് അപ്പോൾ അത് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടല്ലോ ഒരു ശക്കലം ഒന്ന് എണ്ണയൊന്ന് തടകണം. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. അപ്പം വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ കുക്കിംഗ് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, ഏത് എണ്ണയാണെങ്കിലും. നമ്മളിപ്പോൾ കുക്കിംഗ് ഓയിൽ എടുത്തിരിക്കുന്നത്. അതെ, വെളിച്ചെണ്ണ ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും സാധനം. അപ്പം നമ്മൾ അത് എണ്ണ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് തടകിയിട്ട് നമുക്ക് ഉണ്ടല്ലോ ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒന്ന് അടച്ചു വെക്കണം. അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചീനച്ചട്ടി നമ്മൾ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ റവയാണ്. അപ്പോൾ ഈ റവ നമുക്കൊന്ന് ഇതിനകത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ നിർത്താതെ ഇളക്കി ഇതൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ റവ ഉണ്ടല്ലോ ഏകദേശം നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തീ ഇച്ചിരി കുറച്ച് വെച്ചേക്കാണ്, മിനിമം ലോയിൽ വെച്ചാൽ മതി. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ഏലക്കായും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിത് ഇവിടെ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പഞ്ചസാര ചേർത്തിട്ട് അധികം നേരം നമ്മൾ തീരെ വെച്ചെങ്കിൽ കാര്യം ഇത് ഊരി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് എന്നിട്ട് ഇത് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നേരെ എടുത്ത് മാറ്റി തണുക്കാനായിട്ട് വെക്കണം. അപ്പം നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി തന്നല്ലോ നമുക്കൊരു ചെറിയ ബോളുകളാക്കി നൽകാം. അപ്പം നമ്മുടെ ബോളെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിതൊന്ന് പരത്തണം. അപ്പം നമുക്കുണ്ടല്ലോ കുറച്ച് നമ്മുടെ പൊടി തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്, മൈദാപ്പൊടി തന്നെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ കല്ലിൽ ഒട്ടിപ്പിടിക്കുക സംഭവം. ആദ്യമേ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തുക. നമ്മുടെ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് പരന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കുണ്ടല്ലോ നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചൊരു സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിനകത്തോട്ട് എന്തുമാത്രം നമുക്ക് വേണോ അത്ര നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ സാധനം നമുക്ക് ഇതെങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഒന്ന് ചുരുട്ടി എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചുരുട്ടണം. ചുരുട്ടിയിട്ട് ഇതിങ്ങനെ മേലോട്ട് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മളിങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് ഇതിങ്ങനെ ഒന്ന് റൗണ്ട് ആക്കുക. അതിന് ശേഷം നമുക്കിതൊന്നുകൂടെ പൊടിയിൽ മുക്കിയിട്ട് പരത്തി. അതാണ് നമ്മുടെ ആദ്യം. അപ്പോൾ ഇത് പൊട്ടി വെളിയിൽ പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. നമ്മളിത് പരത്തുന്നതനുസരിച്ച് നമ്മൾ അകത്ത് വെച്ച ആ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർന്നു. എന്നാലും ഒത്തിരി പ്രസ് ചെയ്യാതെ. അപ്പം ഇനി നമുക്ക് അത്യാവശ്യം നമ്മുടെ ആ ഒരു പൂരിയൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ലേ, ആ ഒരു കാലത്തിൽ നമുക്കൊന്ന് പരത്തിയെടുക്കണം. ഇതുപോലെ നമുക്ക് ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. നമ്മുടെ ആദ്യത്തെ നമ്മുടെ പരിപാടി പൊട്ടിപ്പോരുത്, അതാണ് നമ്മുടെ ടാസ്ക്. അപ്പം നമ്മളുണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കിയത് സംഭവങ്ങൾ മുഴുവൻ നമ്മൾ നല്ല പരത്തി റെഡിയാക്കി ഇവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ നമ്മൾ ചീനച്ചട്ടിയിലെ എണ്ണ എന്താ പറയുക ചൂടാകാനായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചൂടായിട്ട് നന്നായിട്ട് നോക്കി എന്നിട്ട് നമുക്കിത് തിരിച്ച് മറിച്ച് ഇട്ടുന്ന നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇത് നമ്മൾ ഈ പരത്തി വെച്ച എത്ര എണ്ണം ഉണ്ടോ അത് ഇതുപോലെ തന്നെ ഒന്ന് വറുത്ത് റെഡിയാക്കി എടുക്കുക കേട്ടോ. അത് നമുക്ക് അപ്പം നമ്മുടെ സംഭവങ്ങൾ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ബോൾ പോലെ എല്ലാം സെറ്റപ്പായി നിന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കൊള്ളാം, ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയോ. അടിപൊളി സാധനമാണ്. നമ്മുടെ പിള്ളേർക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ഇത് ഒരുപാടങ്ങ് മധുരമൊന്നുമില്ല കേട്ടോ.
നമുക്ക് വളരെ കുറച്ച് മധുരം നമ്മളിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ ചെറിയൊരു സ്പൂണല്ലേ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ. അപ്പം വളരെ കുറവൊരു മധുരമേ വരത്തുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് അടുത്ത ഒരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നാളെ കാണാം. അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.